പാലക്കാട് പല്ലശനയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് കൈമുറിച്ചു മാറ്റേണ്ടി വന്ന 9 വയസ്സുകാരി വിനോദിനിക്ക് ഇന്ന് കൃത്രിമ കൈ ഘടിപ്പിക്കും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൃത്രിമ കൈക്ക് വേണ്ടി സാമ്പത്തിക സഹായം നൽകിയിരുന്നു. വി ഡി സതീശൻ ഇന്ന് കുട്ടിയെയും കുടുംബത്തെയും സന്ദർശിക്കുന്നുണ്ട്. എറണാകുളം തൃക്കാക്കരയിലെ റീഹാബിലിറ്റേഷൻ സെന്ററിൽ വെച്ചാണ് കൃത്രിമ കൈ കുട്ടിക്ക് നൽകുന്നത്. ലിഡിയ ജേക്കബ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വിനോദിനിക്ക് ഇന്ന് വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ്. 2-3 മാസമായി വിനോദിനി സ്കൂളിലൊന്നും പോയിട്ടില്ല. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി വലിയ സങ്കടത്തിലൊക്കെ ആയിരുന്നു വിനോദിനി. പക്ഷേ വീണ്ടും സ്കൂളിലേക്ക് വിനോദിനി പോവുകയാണ്. വിനോദിക്ക് ഇന്ന് കൃത്രിമ കൈ ഘടിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ നന്നായി ഡാൻസ് കളിക്കാം, എഴുതാം, പാടാം ഒക്കെ അല്ലേ? സന്തോഷമല്ലേ മോളെ? ഇനിയിപ്പോൾ സ്കൂളിൽ പഴയ പോലെ തന്നെ പോവാമല്ലോ, പഴയ കൂട്ടുകാരെയൊക്കെ കാണാമല്ലോ. വിനോദിനിയുടെ ജീവിതത്തിൽ കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഇത്തരത്തിലൊരു വിഷമകരമായിട്ടുള്ളൊരു സംഭവം നടന്നത്. അതായത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വിനോദിനി ഒന്ന് വീണു. പിന്നീട് അത് നീണ്ടു നിന്നത് ഒരു വിനോദിയുടെ കൈ മുറിച്ചു മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ അത് പോയി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും അത്തരത്തിലൊരു ചികിത്സാ പിഴവ് സംഭവിക്കുകയും ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് എത്തുകയുമായിരുന്നു. പക്ഷേ വിനോദിനിക്ക് സഹായവുമായി ഒരുപാട് പേർ രംഗത്ത് വന്നു. പ്രത്യേകിച്ച് സർക്കാർ സംവിധാനങ്ങളൊക്കെ ഒപ്പം നിന്നു. ആ വാർത്തയൊക്കെ നമ്മൾ കൊടുത്തത് കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അവസാനം, അതായത് നല്ലൊരു പര്യവസാനം എന്നുള്ള രീതിയിൽ വിനോദിനിക്ക് ഒരു കൃത്രിമ കൈ ഇന്ന് ഘടിപ്പിച്ചു കൊടുക്കുകയാണല്ലേ? അതെ. അപ്പോൾ സാറ് വരും, സാർ വന്ന് നമുക്ക് കൈ വെച്ച് തരും. പിന്നെ നമുക്ക് എന്താണ് പറഞ്ഞാൽ, എനിക്ക് എല്ലാവരും വാഗ്ദാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഒന്നും, ഈ 2 ലക്ഷം രൂപയിലും നമുക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സാറ് വന്നു, അല്ല നമ്മൾ ന്യൂസ് വിട്ടു, സാറ് കണ്ടു, നമ്മളെ വിളിച്ചു, അളവെടുക്കാൻ പറഞ്ഞു, അളവെടുത്തു. ഇതാ നമുക്ക് കൈ വെച്ച് തരാൻ വേണ്ടി സാറ് നമ്മളുടെ ഇടയ്ക്ക് വരുന്നു. സർക്കാരിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ 2 ലക്ഷം രൂപ ലഭിച്ചിരുന്നു. അതിനപ്പുറത്തേക്കുള്ള സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു. അത് ലഭിച്ചിരുന്നു? ഇല്ല, അതൊന്നും കിട്ടിയിട്ടില്ല. ഈ കൈ കഴിഞ്ഞാൽ ഇത് 4 വർഷം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അത് എടുക്കുക, ഈ തീർപ്പ് നമ്മൾ എടുക്കാൻ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ 4 വർഷം കഴിഞ്ഞാൽ മാറ്റണമല്ലോ. അപ്പോൾ ആ 4 വർഷത്തേക്ക് ഇനി അത് നമുക്ക് ചെയ്യാം. പിന്നെ പോരാത്തതിന് 4000 രൂപ വെച്ച് മാസം കിട്ടും. അങ്ങനെ ഒരു പദ്ധതിയും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും വാഗ്ദാനം തന്നിട്ട് കാര്യമില്ല. നമുക്കിതുപോലെ തുടർന്നുള്ള ഇത് വേണം. കാരണം ഇനിയും എല്ലാവരും ഒപ്പം നിൽക്കണം. അതെ, ഒപ്പം നിൽക്കണം പറഞ്ഞാൽ, കാരണം ഇത് ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയ പിഴവല്ലല്ലോ, അശ്രദ്ധ മൂലം സംഭവിച്ചാണ്. കാരണം ഇത് നമുക്ക് കൈ ഉണ്ടാഞ്ഞത് ഇല്ലാണ്ടാകുമ്പോൾ ഒരു ചെറിയൊരു മുറി വന്നാൽ തന്നെ നമുക്ക് എത്ര വേദന. ഇതൊരു കുട്ടിൻ്റെ കൈ പോയത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉറപ്പില്ല. സത്യം പറഞ്ഞാൽ എന്തായാലും ആ ഒരു വലിയ സങ്കടത്തിൽ, ഒരു 2-3 മാസത്തെ ഒരു സങ്കടത്തിൽ നിന്നും ഒരു താൽക്കാലിക ആശ്വാസത്തിലേക്ക്, ഒരു താൽക്കാലിക സന്തോഷത്തിലേക്ക് കുടുംബം എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിനോദിനിക്ക് അടുത്ത ദിവസം മുതൽ സ്കൂളിൽ പോയി തുടങ്ങാം, പഴയ കൂട്ടുകാരെ ഒക്കെ കാണാം. പക്ഷേ അതുകൊണ്ട് മാത്രം തീർന്നില്ല എന്നുള്ളതാണ്. വാഗ്ദാനം ചെയ്ത കാര്യങ്ങളൊക്കെ നടപ്പാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് സർക്കാർ സംവിധാനങ്ങൾ ഒപ്പം നിൽക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് പൊതുസമൂഹം അടക്കം ഇവരുടെ ഒപ്പം നിൽക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് അമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 4 മാസത്തേക്കാണ്, അല്ലെങ്കിൽ ഒരു 4 വർഷത്തേക്കാണ് ഈ ഒരു കൈയുടെ കാലാവധി എന്നുള്ളത്. അതിന് ശേഷവും ഈ കുടുംബത്തിന് ജീവിക്കേണ്ടതുണ്ട്. ഈ മകൾക്ക് നന്നായി പഠിച്ച് വളരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് എല്ലാവരും, പ്രത്യേകിച്ച് പൊതുസമൂഹവും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ വീണ്ടും ഒപ്പം നിൽക്കേണ്ടതുണ്ട് എന്നാണ് കുടുംബം പറയുന്നത്. ഷിജു ചവറയ്ക്കൊപ്പം ലിഡിയ ജേക്കബ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.